ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ഷെയർ തോട്ടത്തിലേക്ക് സ്വാഗതം. ബഡ്ജറ്റ് കഴിഞ്ഞു. എക്സ്പെക്റ്റഡ് ബഡ്ജറ്റ് അല്ല, കാരണം അവർ സെക്ടേഴ്സിനൊന്നും തൊട്ട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു എലക്ഷൻ മുന്നോട്ട് കണ്ടിട്ടുള്ളൊരു ബഡ്ജറ്റായിരുന്നു ഇത്. മിഡിൽ ക്ലാസ് സാലറീഡ് എംപ്ലോയീസ്, വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല സാലറി വാങ്ങുന്ന സാലറി എംപ്ലോയീസ്, അതുപോലെ തന്നെ അതേ ഇൻകം വരുന്ന മറ്റു ജനങ്ങളിലും കുറച്ച് ബെനിഫിറ്റ് കൊടുത്തിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. തീർച്ചയായിട്ടും 12 ലാക്സ് വരെയുള്ള ഇൻകം ടാക്സ് ഒഴിവാക്കൽ പോസിറ്റീവാണ്. ഒരുപാട് സെക്ടേഴ്സിന് തൊട്ടിട്ട് പറഞ്ഞിട്ടേ ഇല്ല. പ്രത്യേകിച്ചും റെയിൽവേ സെക്ടറിലൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു, മോർ അലോക്കേഷൻ ഓഫ് ഫണ്ട്. അത് നടന്നിട്ടില്ല. പക്ഷേ മോശമൊന്നുമില്ല, കഴിഞ്ഞ പോലത്തെ അതേ ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കവച് സിസ്റ്റത്തിലൊക്കെ എക്സ്ട്രാ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിലും അങ്ങനെ പോസിറ്റീവ് അനൗൺസ്മെൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഒരു ക്ലിയർ ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ്സ് വരുമ്പോൾ ചിലപ്പോൾ ഈ സെക്ടറൊക്കെ കയറി പോകാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടിരുന്നു കവച് സിസ്റ്റത്തെ പറ്റിയുള്ള കോഡറൻറ്റ് ഫ്യൂച്ചർ ടെക് ലിമിറ്റഡ് കമ്പനി കോഡറൻറ്റ് ഫ്യൂച്ചർ ടെക് ലിമിറ്റഡ് ലാസ്റ്റ് വീക്ക് ഇട്ട വീഡിയോ ആണ്. ആക്ച്വലി അത് ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു 6-7% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇറങ്ങി വന്നത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. പക്ഷേ അത് ലോങ് ടേം സ്റ്റോക്കാണ്. കവർ സിസ്റ്റം വന്നാൽ മാത്രമേ കയറിപ്പോളൂ. എങ്ങോട്ട് വേണം ഓപ്പറേഷൻ കൊണ്ടുവരാം. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഞാൻ വീഡിയോ മെമ്പേഴ്സ് ഓൺലിയിൽ ഒരു സ്വിംഗ് ബേസ് ട്രേഡിൽ റെയിൽടെലും IRCTCയും പറഞ്ഞു, രണ്ടും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അതിന് ശേഷമാണ് താഴ്ട്ട് വന്നത്. പക്ഷേ ഇനി വരും കാലങ്ങളിൽ ഒരു ക്ലിയർ പിക്ചർ ബഡ്ജറ്റ് പറ്റി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ നെഗറ്റീവ് ന്യൂസ് ഈ സെക്ടറിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്സ് കയറി പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് അതേ ബഡ്ജറ്റിൽ ഒരുപാട് എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇപ്പോൾ ഓൾറെഡി ഒരു ഒറ്റനോട്ടത്തിൽ ടെക്സ്റ്റൈൽസ് സെക്ടറിൽ ടോയ്സ് മാനുഫാക്ചറിങ്, ഇന്ത്യയിലെ ടോയ്സ് മാനുഫാക്ചറിങ് ചെയ്യാൻ പോകുന്ന കമ്പനീസ് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. ഇന്ത്യൻ മെയ്ഡ് ടോയ്സ് എക്സ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് പല രാജ്യങ്ങളിലേക്കും അതിനുള്ള സഹകരണങ്ങളും പല ഇൻസെൻറ്റീവ്സും കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സെക്ടറിലുള്ള സ്റ്റോക്സ് നോക്കാം. അതിൽ ധൃതി പിടിച്ച് നോക്കണ്ട, 1-2 നല്ല സ്റ്റോക്സ് നോക്കിയിട്ട് വാങ്ങി നോക്കുന്നത് നന്നായിരിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്ക് ഈ ബഡ്ജറ്റായിട്ട് റിലേറ്റഡ് സ്റ്റോക്കൊന്നുമല്ല. അതിനെ പറ്റിയുള്ള സ്റ്റോക്സ് ഇനി വരും ദിവസങ്ങൾ പറയാം. ഇന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഒരുപാട് വർഷം റെക്കമെൻഡ് സ്റ്റോക്കാണ് IDFC ഫസ്റ്റ് ബാങ്ക് ലിമിറ്റഡ്. കാരണം അതിൻ്റെ റിസൾട്ട് വന്നിരുന്നു, വളരെ മോശം റിസൾട്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ കൺഫ്യൂഷൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്. സോ എനിക്ക് ഒരുപാട് തെറി കേട്ട ഒരു റെക്കമെൻഡേഷൻ കൂടിയാണ് IDFC ഫസ്റ്റ് ബാങ്ക്. പക്ഷേ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് കമ്പനി വരെ. സോ അതിന് മുന്നേ എനിക്കൊരു മെമ്പർഷിപ്പ് ചാനലുണ്ട്. എൻ്റെ വീഡിയോയിനിടയിൽ ജോയിൻ ബട്ടണിൽ പോയിട്ട് എമറാൾഡ് മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ബ്രേക്കൗട്ട് സ്റ്റോക്സ്, ബ്രേക്കൗട്ട് ഫണ്ടമെൻ്റലി ഗുഡ് സ്റ്റോക്ക്, 100 കണക്കിന് സ്റ്റോക്ക് ബ്രേക്കൗട്ട് ആവും. അത് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം നമ്മളെ ക്യാപിറ്റൽ കമ്പനി പോകും. അതുകൊണ്ട് ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്ക് ബ്രേക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രം പറയൽ. അത് ഒരു 60%-70% വിത്തിൻ 2 വീക്സ് 1 മന്തിനുള്ളിലൊക്കെ ടാർഗറ്റ് അച്ചീവ് ചെയ്യും. സംടൈംസ് ടെക്നിക്കലി ഇപ്പം ബാഡ് മാർക്കറ്റിൽ ബെയർ മാർക്കറ്റിലൊന്നും സക്സസ്ഫുൾ ആയിക്കൊള്ളുന്നില്ല. പക്ഷെ എന്നിരുന്നാലും താഴോട്ട് വന്നാലും തീർച്ചയായിട്ടും നിങ്ങൾ ക്യാപിറ്റലിൽ പോകാതെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്നും ഒരു 10% കൂടുതൽ കിട്ടാവുന്ന വിധത്തിലുള്ള ഫണ്ടമെൻ്റൽ ബെസ്റ്റ് സ്റ്റോക്ക് കാണും മാത്രമേ ഞാൻ റെക്കമെൻഡ് ഇടാറുള്ളൂ. സ്വിംഗ് ബേസ്ഡ് റെക്കമെൻഡേഷൻസ് ആണ്. 3-4 വീഡിയോസ് മാക്സിമം ഉണ്ടാവുള്ളൂ. ആ ഒരു മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. സോ IDFC ഫസ്റ്റ് ബാങ്ക് നോക്കാം. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ റിസൾട്ട് വളരെ മോശമായിരുന്നു. ഡിസംബറിൽ 2025 ഡിസംബറിൽ 340 കോടി നെറ്റ് പ്രോഫിറ്റാണ് കാണിച്ചത്. ഡിസംബർ 2023 732 കോടി സ്ഥാനത്താണ് ഈ ഒരു പ്രോഫിറ്റ് കാണിച്ചത്. നിയർ അബൌട്ട് 50% നെറ്റ് പ്രോഫിറ്റ് ഡൗൺ. അതേസമയം നെറ്റ് NPA 0.68 0.52 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്രൊവിഷൻസ് അവർ കൂട്ടിയിട്ടുണ്ട്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സെക്ടർ പ്രത്യേകം നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റേക്കാണ് കൂടുതൽ നോക്കുക NPA ആണ്. NPA ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ പ്രൊവിഷൻസ് അവർ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് സ്വാഭാവികമായിട്ടും മോശമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സാധാരണ കേസിൽ ഈ സ്റ്റോക്ക് ഒരു 50 ലെവലിലേക്ക് വരുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. 50 ലെവൽ വന്നാൽ കുറച്ചും കൂടി കൂടുതൽ സ്റ്റോക്ക് വാങ്ങി വെക്കാലോ എന്ന് നിൽക്കുമ്പോഴാണ് ഈ ഒരു ബെയർ മാർക്കറ്റ് വരെ അതൊരു കറക്ഷൻ വരാണ്ട്.
₹62 കയറിപ്പോവുക ചെയ്തത്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? റീറ്റെയിലേഴ്സ് എല്ലാവരും അഗേൻസ്റ്റ് IDFC ഫസ്റ്റ് ബാങ്കിനെ പറ്റി തെറി പറയില്ലാണ്ട് വേറെ ഒന്നും പറയില്ല. വാങ്ങി കുടുങ്ങിയ ആൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കമ്പനി ലാഭത്തിലാണ്, നഷ്ടത്തിലല്ല. 340 കോടി ലാഭം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം 1,400 കോടി ലാഭം ഒരു കൊല്ലം കാണിക്കുന്ന കമ്പനിയാണ്. ഇന്ത്യയിലെ പ്രൈവറ്റ് ബാങ്ക്സിൽ ICICI ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് ഇതെല്ലാം കഴിഞ്ഞാൽ ഒരു 5-6 സ്ഥാനത്ത് നിൽക്കാവുന്ന IDFC ഫസ്റ്റ് ബാങ്കാണ്. ഇത് ഈ ഒരു പ്രോഫിറ്റ് ഡൗൺ ആണ്, പ്രൊവിഷൻസ് ഡൗൺ ഒക്കെ ശരിയാണ്. അതിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ അസറ്റ് ക്വാളിറ്റിയും ഡൗൺ ആയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. പ്രൊവിഷൻസ് കൂട്ടുമ്പോൾ ഒരു ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റി മൈനസ് ആയിരിക്കും. ഇതിലും കൂടുതൽ റിസൾട്ട് കാണിച്ച സമയത്തൊക്കെ സ്റ്റോക്ക് അടിച്ചത്. ഇതെന്തുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തത് ₹50 വരുന്നതാണ്, വന്നിട്ടില്ല. നിങ്ങൾ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങളൊരു 50 ഷെയർ വാങ്ങിക്കുമോ എല്ലാ മാസം. 3000 ₹60 റേറ്റ് ഇപ്പം. ഒരു 50 ഷെയർ അല്ലെങ്കിൽ 100 ഷെയർ. ഇത് നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കണ്ട. നിങ്ങൾ എന്തെങ്കിലും ലാഭം കിട്ടുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു SIP ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ LIC ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് IDFC ഫസ്റ്റ് ബാങ്ക് വാങ്ങും. ജസ്റ്റ് വാങ്ങിയിട്ട് മറന്നേക്കുക സ്റ്റോക്ക്. എൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരുപാട് സ്റ്റോക്സ് ഉണ്ടായിരുന്നു. L&T ഫിനാൻസ് ഹോൾഡിങ്സ് ₹30 കയറിയില്ല. 25 വരും, 30 പോകും, 25 30 പോകും. അതൊക്കെ നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് ഒരു ₹200 ആയാൽ മതി. വെറും ₹200 ആയാൽ മതി. നിങ്ങൾക്ക് എത്ര ബെനിഫിറ്റ് കിട്ടും? 300% റിട്ടേൺ, നിയർ അബൌട്ട് 300% റിട്ടേൺ നിങ്ങൾക്ക് കിട്ടും വിത്തിൻ 4 years. ടൈം ഫ്രെയിം വാങ്ങി കൂട്ടിക്കോ. കാരണം ഒരു കമ്പനിയിൽ കോൺകോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ റിസൾട്ട് വന്നതിന് ശേഷം IDFC ഫസ്റ്റ് ബാങ്കിൽ കോൺകോൾ ഉണ്ടായിരുന്നു. ഞാൻ വൈദ്യനാഥ് സാറിൽ വളരെ പോസിറ്റീവായിട്ടാണ് വൈദ്യനാഥ് സാറെ കാണുന്നത്. സോ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇതിൽ കാണുന്ന ഒരുപാട് പോസിറ്റീവ് സംഭവമുണ്ട്. നെഗറ്റീവാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പ്രൊവിഷൻസ് കൂട്ടുന്നുണ്ട്, പ്രൊവിഷൻസ് കൂട്ടുന്നത് വളരെ നെഗറ്റീവാണ്. നെറ്റ് പ്രോഫിറ്റ് ഡൗൺ ആണ്, അത് നെഗറ്റീവാണ്. പിന്നെ അസറ്റ് ക്വാളിറ്റി കുറഞ്ഞു വരുന്നുണ്ട്, ഒക്കെ നെഗറ്റീവാണ്. ഈ ഫാക്ടേഴ്സ് നെഗറ്റീവ് ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് ₹60 കിട്ടുന്നത്. അല്ല എവിടെ കിട്ടാനാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്ക് നിങ്ങൾക്ക് ഈ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ഈ റേറ്റിൽ കിട്ടുമോ? കിട്ടില്ലല്ലോ. പിന്നെ കേരളത്തിലെ ആൾക്കാരെ സംബന്ധിച്ച് നോക്കുകയാണ്, IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ബ്രാഞ്ചസ് കാണുന്നത് വളരെ കുറവായിരിക്കും. നമ്മൾ കോഴിക്കോടൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ബ്രാഞ്ച് എന്തോ കാണുന്നുള്ളൂ. പക്ഷേ നോർത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളൊരു ബ്രാഞ്ചസ് ഉള്ള ഒരു ബാങ്കാണ് IDFC ഫസ്റ്റ് ബാങ്ക്. ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം നെഗറ്റീവ്സ് പറഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോൾ കാണിക്കുന്നതൊക്കെ മറ്റേ ബാങ്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ NPA കൂട്ടുന്ന, പ്രൊവിഷൻസ് കൂട്ടുന്ന ഒക്കെ നെഗറ്റീവാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് റേറ്റിൽ ഈ സ്റ്റോക്ക് കിട്ടുന്നത്. ഇനി ഞാൻ പറയാൻ പോണത് 2-3 years കഴിഞ്ഞാൽ ഈ കമ്പനി എവിടെ ആവുന്ന, അങ്ങനെയാണെങ്കിൽ ഈ പ്രൈസിൽ സ്റ്റോക്ക് നിൽക്കുമെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. അത് എൻ്റെ ഒരു കാൽക്കുലേഷൻസും തിങ്കിങ്ങും ആണ് കേട്ടോ. പലപ്പോഴും എക്സ്പീരിയൻസ് നമുക്ക് പല സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കയറുന്നില്ല വിചാരിച്ചത് ഒഴിവാക്കിയിട്ട് പിന്നീട് ആ സ്റ്റോക്ക് നോക്കുമ്പോൾ വേറെ ലെവലെത്തിയിട്ടുണ്ട്. IDFC ഫസ്റ്റ് ബാങ്ക് എല്ലാവരും പറയുന്ന സ്റ്റോക്ക് IDFC ഫസ്റ്റ് ബാങ്ക്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. IDFC ഫസ്റ്റ് ബാങ്ക് താഴോട്ട് വരുന്നുണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഡൗൺ ആണെങ്കിൽ പ്രൊവിഷൻ ഡൗൺ, ഒക്കെ ശരിയാണ്. ഇതിനെപ്പറ്റി ഡിസ്കഷൻസ് വളരെ കൂടുതൽ നടക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. എപ്പോൾ നോക്കിയാൽ IDFC ഫസ്റ്റ് ബാങ്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ എത്ര സ്റ്റോക്സ് ഉണ്ട് ₹50 കിടക്കുന്നത്, ലാഭം കുറവുള്ള? എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി ഡിസ്കഷൻ വരാത്തത്? സോ ഈസ് എ ചാൻസ്. അത് FIOസും DAസും ആൾക്കാർക്ക് അറിയാമെന്നുള്ളതിന് തെളിവും കൂടെ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡിസംബറിൽ FIOസ് 19.57% സ്റ്റേക്ക് ഉള്ളത് 27.12% സ്റ്റേക്കായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പിന്നെ പറയുന്നതൊക്കെ പോസിറ്റീവ്സ് ആണ് കേട്ടോ. മ്യൂച്വൽ ഫണ്ട്സ് 2.39 ഉള്ളത് 4.56 കൂട്ടി. ഈ ഡിസംബർ 2024 ക്വാർട്ടറത്തെ കാര്യം പറഞ്ഞത്. ഈ കമ്പനി ആണെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് കൊടുക്കുന്നത്, പ്രൊവിഷൻ കൂട്ടുന്നു, പിന്നെ NPA കൂടുന്നു. നമ്മൾ ജനങ്ങളൊക്കെ അതിനെ പറ്റിയിട്ട് എഗെയിൻസ്റ്റ് പറയുന്നത്, റീറ്റെയിലേഴ്സൊക്കെ ഇത്ര ശപിച്ച സ്റ്റോക്ക് വേറെ ഉണ്ടാവില്ല. പക്ഷേ എന്തുകൊണ്ട് ഇവർ സ്റ്റേക്ക് കൂട്ടുന്നു? ഞാൻ കണ്ട IDFC ഫസ്റ്റ് ബാങ്ക് നെഗറ്റീവ് തിങ് അവരെ ഇക്വിറ്റി കൂടുതലാണെന്ന് മാത്രമാണ്. ഇക്വിറ്റി കൂടുതലാകുമ്പോൾ സ്വാഭാവിക മൊമെൻറ്റം വളരെ കുറവായിരിക്കും. നമ്മൾ ഒരു ചെറിയൊരു ഇക്വിറ്റി കുറഞ്ഞ സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് കയറി അങ്ങോട്ട് പോകും. ആ ഒരു മൊമെൻറ്റം ഒരിക്കലും ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ആറുവേളിലും എനിക്ക് തോന്നി സ്റ്റേക്ക് ടൈം പോകാൻ വേണ്ടിയിട്ട് ആ ഒരു മൊമെൻറ്റ് ഇതിൽ ഉണ്ടാവില്ല മാത്രമേ ഉള്ളൂ. ഇവരെന്തിന് ആണ് ഇങ്ങനെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തത്? പിന്നെ 2022 ലോസ് മേക്കിംഗ് കമ്പനി ആയത് ഇപ്പം പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയാണ് 2024.
ഇപ്പം നിങ്ങളിപ്പോൾ 340 കോടി ലാഭം ഇൻറ്റു 4 1400 കോടീൻ്റെ അടുത്ത് ലാഭം കിട്ടുന്ന കമ്പനി നിങ്ങൾ വല്ല മോശമാണെന്ന് പറഞ്ഞുകൊടുക്കുന്നത്. ഇത് നന്നാവാൻ ഒരു അവസരം കൊടുത്തോടെ, നന്നാവാൻ ചാൻസ് ഇല്ലേ? പിന്നെ അങ്ങനെ നിങ്ങൾക്ക് തീരെ വിശ്വാസങ്ങൾ 60 ഉറുപ്പിലുള്ളൂ. കുറച്ച് സ്റ്റോക്ക് വാങ്ങി മിണ്ടാണ്ടിക്ക്. 4 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി വിറ്റാൽ മതി തീരുമാനിക്കുക. ഇനി 4 കൊല്ലം ഒന്നും ക്ഷമയില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒന്നും ഇത് ഇൻവെസ്റ്റ് ചെയ്യും വേണ്ട, അത്രയും പറയുന്നുള്ളൂ. പിന്നെ വേറെ ആൾക്കാർക്കുള്ള കുറേ ഡൗട്ട്, പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് ഇല്ല എന്നാണ്. പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് ഇല്ലാതെ കമ്പനി IDFC ഫസ്റ്റ് ബാങ്ക് മാത്രമൊന്നുമല്ല, HDFC ബാങ്കിനില്ല, ITCക്ക് ഇല്ല. ഇതിനൊക്കെ പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനി എന്ന് പറയാം. ഒരു അമാൽഗമേഷൻ, ഒരു മെർജിങ് അല്ലെങ്കിൽ ഡീമെർജിങ് നടക്കുന്ന സമയത്ത് അത് പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് മാറ്റി അത് പ്രൊഫഷണൽ മാനേജ് കമ്പനി ആക്കുന്നതാണ് റൂൾ. ആസ് പെർ റൂളാണിത് അങ്ങനെയായി മാറിയത്. ഇതിനെപ്പറ്റി ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പം പ്രസൻറ്റ് പ്രൈസ് 62 രൂപയാണ്. ഇയർ ഹൈ 86 പോയിട്ടുണ്ട്. 80 രൂപയിൽ വാങ്ങിയ ആൾക്കാരുണ്ട്. പി റേഷ്യോ ഹൈ ആണ്, ഇൻട്രസ്റ്റ് പീരിയഡ് ഹൈ ആണ്, അതുകൊണ്ടാണ് ഈ റേറ്റിൽ കിട്ടുന്നത്. EPS 2.63 ഉള്ളൂ. ബുക്ക് വാല്യൂ 50 രൂപയാണ്, അത് വേറെ പോസിറ്റീവാണ്. ബുക്ക് വാല്യൂ 50 രൂപ ഉണ്ട്. 50 രൂപ താഴെ ഈ സ്റ്റോക്ക് പോകാൻ വളരെ റെയർ ചാൻസ് ആണുള്ളത്. ഞാൻ ആക്ച്വലി 50 രൂപ വരുന്ന എക്സ്പെക്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു, വന്നില്ല, മിസ്സായിപ്പോയി. വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഷെയർ വാങ്ങാൻ. പിന്നെ ഇവർ കോൺകോളിൽ ഈ ബാങ്ക് ഫേസ് ചെയ്ത ഒരു മെയിൻ പ്രശ്നം മൈക്രോ ഫിനാൻസിൽ എക്സ്പോസർ വളരെ കൂടുതലായിരുന്നു. പക്ഷെ അത് ഓരോ ഇയറിലും അവർ കുറച്ച് കൊണ്ടുവരാണ്. അപ്പോൾ ഈ മൈക്രോ ഫിനാൻസിലുള്ള പ്രശ്നത്തിന് കാണാൻ വേണ്ടി തന്നെ ഇവർ പ്രൊവിഷൻസ് മാറ്റി വെക്കുന്നത്. അപ്പം ഈ NPA നോൺ പെർഫോമൻസ് കിട്ടാക്കടം കൂടി വരുന്നത് ഈ മൈക്രോ ഫിനാൻസിൽ എക്സ്പോസ് ഉണ്ടായതാണ്. അത് വൺസ് ഹാപ്പൻഡ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇനി അവർ ഭാവിയിൽ മൈക്രോ ഫിനാൻസ് സെക്ടറിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് അവരെ മൊത്തം ബിസിനസ്സിൻ്റെ 3.5 താഴെ മൈക്രോ ഫിനാൻസ് ആക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഓൾറെഡി കൊടുത്തു പോയി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നെഗറ്റീവായിരിക്കും വരാം. ഇതിൽ വേറെ ഞാൻ കണ്ട ഏറ്റവും പോസിറ്റീവ് പോയിൻറ്റ്, NPA 3 മാസത്തിന് മേലെ ഒരു ലോണ് കൊടുത്തത് തിരിച്ചടവ് വന്നിട്ടില്ലെങ്കിലാണ് NPA ആയിട്ട് കണക്കാക്കുന്നത്. സോ ഓട്ടോമാറ്റിക്കലി 3 മാസം കഴിഞ്ഞ് NPA കിട്ടാക്കട ഉണ്ടെങ്കിൽ ആ കിട്ടാക്കടത്ത് പ്രൊവിഷൻസ് ബാങ്ക് മാറ്റി വെക്കും. എന്നിട്ട് വിചാരിച്ചമായി ഇപ്പോൾ ഒരു എക്സാമ്പിൾ 1000 കോടി കിട്ടാണ്ട് NPA ആയിട്ട് 3 മാസം കഴിഞ്ഞിട്ട്, അപ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കലി 1000 കോടി പ്രൊവിഷൻ മാറ്റി വെക്കും. സംടൈംസ് നമ്മൾ വിചാരിച്ചേക്കാൾ കൂടി ചിലപ്പോൾ റിക്കവറായി കിട്ടിയാൽ ഇപ്പോൾ അതിൽ 700 ക്രോസ് റിക്കവറായി കിട്ടില്ല, ബാക്കി 300 ക്രോസ് ആക്ച്വലി പ്രോഫിറ്റാണ്. ബാങ്കിന് പ്രോഫിറ്റ്, പ്രൊവിഷൻസ് ഒന്നും ലോസ് ഒന്നുമില്ല. പക്ഷേ പ്രൊവിഷൻസ് NPA കൂടി വരുമ്പോൾ പ്രൊവിഷൻസ് മാറ്റി വെക്കുമ്പോൾ കമ്പനിക്ക് വിശ്വാസം ഇല്ല എന്നാണ് അർത്ഥം, കൊടുത്ത പൈസ തിരിച്ചിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ബാങ്കിനെ തിരിച്ചടിക്കുന്നത്. ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ കേസിൽ 3 മാസം കഴിഞ്ഞിട്ട് NPA കണക്കാക്കുന്നത്, IDFC ഫസ്റ്റ് ബാങ്ക് 2 മാസം കഴിഞ്ഞ് കിട്ടാത്ത പൈസ NPA ഇത് കണക്കാക്കിയിട്ട് പ്രൊവിഷൻസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 1 മാസം കൂടുതൽ പ്രൊവിഷൻസ് ഒക്കെ ഒരു അസറ്റാണ്. ഇതൊക്കെ വരും, ഇത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മാനേജ്മെൻറ്റ് കോളിൽ വേറെ പറഞ്ഞത് 2026 ആകുമ്പോഴേക്കൊക്കെ ഈ പ്രൊവിഷൻസ് വെച്ചതൊക്കെ വളരെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. വേറൊരു സാധനം വൈദ്യനാഥ് സാർ പറഞ്ഞത്, അവർ ഡൈവേഴ്സിഫൈഡ് ബിസിനസ്സിലേക്ക് കടന്നിട്ടുണ്ട്. അവർ മൈക്രോ ഫിനാൻസ് സെക്ടർ കുറച്ച് കൊണ്ടുവന്നിട്ട് ബാങ്കിങ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ സെക്ടർ ഉണ്ടോ അതിലൊക്കെ ക്യാഷ് മാനേജ്മെൻറ്റ്, വെൽത്ത് മാനേജ്മെൻറ്റ്, ക്രെഡിറ്റ് കാർഡ്, ഇതിലൊക്കെ ഫുൾ ബിസിനസ് ചെയ്തതിന് ഫുൾ പൊട്ടൻഷ്യാലിറ്റി 2027 മുന്നിൽ കിട്ടുന്നതാണ് കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ബാങ്ക് പറയുന്നത്. പിന്നെ ലോൺ ഗ്രോത്തിൽ 20% ഗ്രോത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് എവറി ഇയർ ഉണ്ടായ കഴിഞ്ഞാൽ 2029 ആകുമ്പോഴേക്ക് 5 ലക്ഷം കോടി ലോൺ ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് കമ്പനി പറയുന്നത്. ഇതൊക്കെ ഒരു ലോങ് വിഷനാണ്. പക്ഷേ ഇതിലാണ് ഞാൻ 60 രൂപയ്ക്ക് എടുക്കുന്ന സ്റ്റോക്ക് വാങ്ങി വെക്ക്. IDFC ഫസ്റ്റ് ബാങ്ക് അതൊരു മോശം, നിങ്ങൾ തന്നെ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസിഡർ അമിതാഭ് ബച്ചനാണ്. IDFC ഫസ്റ്റ് ബാങ്കിന് പരസ്യം കാണുന്നില്ലേ? നമ്മൾ സാധനം വാങ്ങുമ്പോൾ ഇവിടെ കേരളത്തിൽ തന്നെ സാധനം വാങ്ങുമ്പോൾ ക്രെഡിറ്റ് കാർഡിൽ താഴെ ഓപ്ഷൻസ് ഉള്ളത് HDFC ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, SBI കാർഡൊക്കെ ഉള്ളത്. IDFC ഇവിടെ ആൾക്ക് ജനങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. പിന്നെ ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിൽ ചോദിച്ച സമയത്ത് പറഞ്ഞത് ഡെപ്പോസിറ്റ് ഡെഫിനറ്റ്ലി കൂടും. കാരണം അവരുടെ കസ്റ്റമർ സർവീസ് അത്രയും എക്സലൻ്റ് ആണെന്നാണ് പറയുന്നത്. കസ്റ്റമർ സർവീസ്, അവരുടെ ആപ്പൊക്കെ അതിനെപ്പറ്റി ജനങ്ങൾക്ക് ഭയങ്കര അഭിപ്രായം. വൺസ് കസ്റ്റമർ ആയി അവർ വിട്ടു പോകില്ല എന്നാണ് വൈദ്യനാഥ് സാർ പറഞ്ഞത്. അവർ അതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പുള്ളി ഓപ്പണായി പറഞ്ഞതെന്ന് വെച്ചാൽ 4 മാസമായിട്ടേ ഉള്ളൂ മെർജിങ് നടന്നിട്ട്. 4 മാസം ചെറിയ പീരീഡാണ് കമ്പനിക്ക് വളരാനുള്ളത്. 4 മാസമായിട്ടുള്ളൂ. മിനിമം ഒരു 3-4 ഇയേഴ്സ് കഴിഞ്ഞാലുള്ള ഒരു ഈ അമാൽഗമേറ്റ് ചെയ്ത ഈ കമ്പനി ഒരു യൂണിവേഴ്സൽ ബാങ്ക് ഇതിൻ്റെ ഫുൾ പെർഫോമൻസിന് ചെയ്യാൻ പറ്റുള്ളൂ.
ഓൾറെഡിയുള്ള നെഗറ്റീവുള്ള മൈക്രോ ഫിനാൻസ് സെക്ടർ കുറച്ചുകൊണ്ടെന്ന് പറയുന്നുണ്ട്. സോ 4 കൊല്ലം കഴിഞ്ഞാൽ ഈ ബാങ്ക് വേറെ ലെവലായിരിക്കുന്നതാണ് വൈദ്യനാഥ് സാറാണ് പറയുന്നത്. പിന്നെ FIS ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇത്ര ബാഡ് റിസൾട്ട് കൊടുത്തിട്ടൊക്കെ ഡിസംബറിൽ എങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് കോമൺ സെൻസാണ്. IDFC ഫസ്റ്റ് ബാങ്ക് ഒരു ബാങ്ക് ഒരു ബ്രാൻഡ് നെയിമായി മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആൾക്കാർക്ക് ഒരു ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രസ്റ്റേജിയസ് കമ്പനി എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ വിധത്തിലേക്ക് അവർ ആയിക്കൊണ്ട് വന്നിട്ടുണ്ട്. വൈദ്യനാഥ് സാറെ പറ്റി നിങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. ഇതിലൊക്കെ പുറമെ ഇതിൻ്റെ മാനേജ്മെൻറ്റിലുള്ള ഡയറക്ടേഴ്സ് തന്നെ വളരെ ആ ഒരു ബാങ്കിനെ വേറെ ലെവലിലേക്ക് ആക്കി കൊണ്ടുവരണം എന്ന് വിശ്വസിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് ഉള്ളതാണ്. ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനും കുറച്ച് വേസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ 60 രൂപ സ്റ്റോക്ക് ഇടുന്നത്. എന്നിട്ടും അതിന് 50 രൂപ കിട്ടാൻ സമ്മതിക്കുന്നില്ല. ഇത്രയും മോശം റിസൾട്ട് കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു 3 ക്വാർട്ടറിൽ ഇത്ര വേസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് IDFC ഫസ്റ്റ് ബാങ്ക് കൊടുത്തിട്ടില്ല. പക്ഷേ അതിൽ അടി വന്നിട്ടില്ല. മേ ബി ഒരു 55 ലെവലിലേക്ക് വരായിരിക്കാം. വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്റ്റോക്ക് വാങ്ങിക്കാം. ഞാൻ പറഞ്ഞ ലോങ് ടേമാണ്. ഇങ്ങനത്തെ അവസരങ്ങൾ വളരെ റെയറായിട്ട് കിട്ടാം. നമുക്ക് ഉറപ്പാണ് സ്റ്റോക്ക് ഈ ഷെയർ കയറും, ഈ കമ്പനി നന്നാവും, ഇന്നാകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം എന്താ, ഇപ്പോഴത്തെ നെഗറ്റീവ്സ് മാത്രം പറഞ്ഞുകൊണ്ട് കയറുന്നില്ല സ്റ്റോക്ക് കയറുന്നില്ല പറഞ്ഞുകൊണ്ട് കഴിയാം. സ്റ്റോക്ക് കയറുമ്പം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇപ്പം 47% സ്റ്റേക്ക് ഉള്ളത് നമ്മുടെ കയ്യിലാണ്. എനിക്ക് തോന്നുന്നത് അതൊരു 30% ആവും. ഒരു 1 ഇയറിനുള്ളിൽ എല്ലാവരും കൊടുത്തൊരു 30% ആവും. FIS സ്റ്റേക്ക് ഇപ്പം ഞാൻ പറഞ്ഞ 27 ഉള്ളത് 40 ആവാം. മ്യൂച്വൽ ഫണ്ട്സ് 4.5 ഉള്ളത് ഇപ്പോൾ 7 ആവാം. LIC ഹോൾഡ് ചെയ്തേക്കാം. ഇതൊക്കെ സംഭവിക്കും. അപ്പം ഞാൻ പറയുന്നത് ഇത് ലോങ് ടേം വ്യൂവിലാണ് പറയുന്നത്. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്തൊക്കെ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ റിട്ടേൺ കിട്ടുള്ളൂ. പിന്നെ സ്വിംഗ് ബേസ് റെക്കമെൻഷൻ ചെയ്യില്ല, അതും തീർച്ചയായും ചെയ്യുക. കുറച്ച് എമൗണ്ട് മാറ്റി വെച്ചിട്ട് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ്, നമുക്ക് വിശ്വാസമുള്ള സ്റ്റോക്ക്. എല്ലാ സ്റ്റോക്ക് വാങ്ങാൻ പറ്റില്ല. നമ്മൾ ഒരു 10-15 സ്റ്റോക്ക് കാണും. അതിൽ ചില സ്റ്റോക്ക് വാങ്ങും, ബാക്കിയുള്ള സ്റ്റോക്ക് അവിടെ കിടക്കണ്ട. ആ സ്റ്റോക്കിനെ ക്ലോസ് ആയി വാച്ച് ചെയ്യുക. എന്നാണ് ബ്രേക്ക്ഔട്ടൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ന്യൂസ് വന്ന് അല്ല സെക്ടർ ന്യൂസ് വന്നാൽ കുറച്ച് പൈസ റിസർവ് വെച്ച് പൈസ മാറ്റി വയ്ക്കുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു 20% വിൽക്കുക, പിന്നെ പൈസ എടുത്തേക്കുക, അങ്ങനെ ചെയ്യാം. അല്ലാതെ നിങ്ങൾ 70% നിങ്ങൾ പൈസയും എപ്പോഴും ലോങ് ടേമിൽ വെച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. കിട്ടുന്ന ബെനിഫിറ്റ് നിങ്ങൾക്ക് കമ്പയർ പോലും ചെയ്യാൻ പറ്റാത്ത റിട്ടേൺ കിട്ടും. നിങ്ങളുടെ കയ്യിലിപ്പോൾ ഒരു 10 lakhs ഉണ്ട്, എല്ലാ മാസവും 10,000 രൂപ കിട്ടണമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ 10 ലക്ഷത്തിൻ്റെ 1% 10,000, പക്ഷേ നിങ്ങൾ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അതേസമയം നിങ്ങൾ ലോങ് ടേം ഇൻവെസ്റ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ 10 ലക്ഷം 20 ലക്ഷം ആയിട്ടും ഉണ്ടാവും. അതാണ് വ്യത്യാസം. നമ്മൾ വേണ്ട പൈസക്ക് ഇന്ന സമയത്ത് ഷെയർ കയറിക്കൊള്ളണമെന്ന് എക്സ്പെക്ട് ചെയ്താൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എൻ്റെ പല സ്വിംഗ് ബേസ് റെക്കമെൻഷൻസും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ആണ് ഈ സ്റ്റോക്കും ആർക്കും നഷ്ടമില്ല. സോ IDFC ഫസ്റ്റ് ബാങ്ക് ഇപ്പോൾ വീഡിയോ ഇട്ടതിന് ശേഷം ഇനി ഒരുപാട് മെസ്സേജ് ഉണ്ടാവും, ചങ്ങയ്ക്ക് വേറെ പണിയൊന്നും ഇല്ല തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് 4 years വ്യൂ ആണ് കേട്ടോ, 2029 വരെ. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. IDFC ഫസ്റ്റ് ബാങ്ക് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കും. ഇപ്പം ബോറടിക്കുന്ന ആൾക്കാർ കാണണ്ട. പക്ഷേ അതിൽ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. അത്രയും വലിയൊരു ബാങ്കായി മാറാനൊരു സാധ്യത, വലിയൊരു സാധ്യത ഉള്ളൊരു സാധനമായിട്ട് ഭാവിയിൽ ഇനി ചിലപ്പോൾ നമ്മുടെ HDFC ബാങ്ക് എന്ന് പറഞ്ഞ മാതിരി IDFC ഫസ്റ്റ് ബാങ്ക് എന്ന് പറയാനുള്ള സാധ്യത ഉണ്ട്. ഇതിലും ഒരു 10% തെറ്റാൻ സാധ്യത ഉണ്ട് കേട്ടോ. സ്റ്റോക്ക് മാർക്കറ്റാണ്. എന്നാലും 60 രൂപ 100 രൂപ എന്തായാലും ആവും. നിങ്ങൾ 60 രൂപ റേഞ്ചിൽ 100 ഷെയർ വാങ്ങിച്ചാൽ എന്തായാലും ഒരു 60% റിട്ടേൺ നിങ്ങൾക്ക് സ്റ്റോക്ക് കൊടുക്കാൻ പറ്റും. അത് ഞാൻ അഷ്യൂർ ചെയ്യാം. ഓക്കെ, എനിവേ ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എൻ്റെ വീഡിയോസ് ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ മെമ്പർഷിപ്പ് എടുക്കാൻ മറക്കരുത്. മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.